സുഹൃത്തുക്കളെ, സ്വാഗതം. ക്ലാസ് റൂമിൽ നടന്ന രസകരമായ ഒരു അനുഭവമാണ് എനിക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഒരിക്കൽ ഞാൻ ഒരു നല്ല ഇംഗ്ലീഷ് പാഠഭാഗം പഠിപ്പിച്ചു. അതിന് ഫുട് നോട്ടായിട്ട് കുറെ വൊക്കാബുലറി കൊടുത്തിട്ടുണ്ട്. ആ പാഠത്തിൽ നിന്ന് തന്നെ എടുത്ത വളരെ ചോസൺ വേർഡ്സ് ആണ്. ഞാൻ കുട്ടികളോട് ആ വാക്കുകളെല്ലാം പഠിക്കാനും അതിന്റെ സ്പെല്ലിംഗ് മനസ്സിലാക്കി വയ്ക്കാനും ഒക്കെ പറഞ്ഞു. ഒരു 10 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞു. കുട്ടികൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ ഡെസ്കിൽ കമന്ന് കിടക്കുകയാണ്. അവൻ ഉറക്കം നടിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെന്ന് അവനെ പതുക്കെ തട്ടി വിളിച്ചു, സുരേഷ്, സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഉടനെ വന്നു പ്രോംപ്റ്റായിട്ട് അവന്റെ റിപ്ലൈ, മിസ്, വേസ്റ്റ് ഓഫ് ടൈം. അത് കഴിഞ്ഞ് ഉടനെ അവൻ എനിക്കൊരു ചെറിയ ക്ലാസ് എടുത്തു. മിസ്, എന്തെങ്കിലും ഈ വൊക്കാബുലറിയിൽ നിന്ന് ചോദ്യം വന്ന് കണ്ടിട്ടുണ്ടോ? അത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? അപ്പോ അവനെ ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന്റെ അപാകതയെ പറ്റിയാണ് എനിക്ക് ക്ലാസ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും അവന്റെ കമന്റ് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് പലയിടത്തും വലിയ അക്ഷരത്തില് PV എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അത് പരീക്ഷയ്ക്ക് വരും. ആ PV മാത്രം പഠിച്ചിട്ട് പോയി എഴുതിയാൽ ഞാൻ ജയിക്കും. പിന്നെ ഞാനെന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, PVയുടെ അർത്ഥം എനിക്ക് തോന്നുന്ന പമ്പര വിഡ്ഢി എന്നാണെന്ന്. അത് കേട്ട് അവൻ ചിരിച്ചു. സുരേഷിന് ഇതെല്ലാം ഒരു തമാശാണ്. ഞാൻ നേരെ ബ്ലാക്ക് ബോർഡിലേക്ക് ചെന്നിട്ട് അതിൽ നമ്മുടെ റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഒരു ലൈൻ കുറിച്ചിട്ടു, എ മാൻസ് റീച്ച് ഷുഡ് എക്സീഡ് ഹിസ് ഗ്രാസ്പ്. സുരേഷ് അതിലോട്ട് നോക്കുകയോ വായിക്കുകയോ ഹൃദയസ്ഥമാക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അത് PV അല്ല. അപ്പൊ ഈ PV നോക്കി നടക്കുന്ന കുട്ടികളുടെ എല്ലാം ഈ അലംഭാവം നമ്മൾ ഒഴിവാക്കാനായിട്ട് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ നമ്മുടെ കുട്ടികളെ ടീച്ചിങ്ങിനേക്കാളും കൂടുതൽ കോച്ചിങ് നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് വരണമെന്ന് ഉദ്ദേശിച്ച്. അപ്പം നമുക്ക് PV പഠിച്ചാൽ മതി, റിസൾട്ട് ഉണ്ടാക്കി. അപ്പം നമുക്കിതിനെപ്പറ്റി കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്നതെങ്കിൽ ഈ സമഗ്രമായ ഒരു പഠനത്തിന് നമ്മൾ അവരെ ഒരുക്കേണ്ടിയിരിക്കുന്ന അലംഭാവത്തിൽ നിന്ന് അവരെ വലിച്ച് പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. നമുക്കിനി പിന്നെ കാണാം. ഓക്കെ.